ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മിക്ക് ചെല്ലോട്ടെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 2 നേന്ത്രപ്പഴം വെച്ചിട്ട് വളരെ ഈസിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഇവിടെ വലിയ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് തോലൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ നേന്ത്രപ്പഴം നമ്മുടെ വീട്ടിലുണ്ടായ നേന്ത്രപ്പഴമാണ് കേട്ടോ. നല്ല മധുരമുള്ള നല്ല ടേസ്റ്റുള്ള പഴമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ ഈ നേന്ത്രപ്പഴം നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇതാ ഇതേപോലെ നമുക്ക് മറ്റേ പഴം കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അങ്ങനെ 2 പഴവും ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിവിടെ മാറ്റി വയ്ക്കാം. ഇനി ഇതുപോലെ ഒരു 3/4 ടേബിൾ സ്പൂൺ നെയ്യ് ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഡാൽഡ കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് മറ്റേ പശു നെയ്യൊക്കെ വേണമെങ്കിൽ അതും ചേർക്കാം. അപ്പം എൻ്റെ അടുത്ത് അത് കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഡാൽഡ എടുത്തത്. പശു നെയ്യാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ. നെയ്യ് ഉണ്ടെങ്കിൽ പശു നെയ്യൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ എടുത്തോളൂ. ഇപ്പം നെയ്യൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടിതൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് ഈ പഴം ഒന്ന് ഉടഞ്ഞു വരണം കേട്ടോ. അപ്പോൾ അതാ ഇത് കണ്ടില്ലേ, അത്യാവശ്യം നന്നായിട്ടൊന്ന് എന്താ പറയുക ഒരു മെറൂൺ കളറൊക്കെ ആയി ബ്രൗൺ കളറൊക്കെ ആയിട്ട് ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് തേങ്ങയും 1/2 ടീസ്പൂൺ ഏലക്കയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്ലേവറിനനുസരിച്ചിട്ട് ഏലക്കയുടെ പൊടി ഒരു 3/4 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ തേങ്ങ ഒരുപാട് ഇതിൽ കിടന്ന് ചൂടായി മൂത്ത് വരുമൊന്നും വേണ്ട കേട്ടോ. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗോതമ്പ് പൊടി കൂടെ ചേർത്തിട്ട് ഗോതമ്പ് പൊടി ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഗോതമ്പ് പൊടിയൊക്കെ ഒന്ന് വറവായി വരും. അപ്പോൾ ഈ ഗോതമ്പ് പൊടിയൊക്കെ ചെറുതായിട്ടൊന്ന് വറവായി വരുമ്പോൾ ഒരു പ്രത്യേക ഒരു മണം ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ മധുരത്തിന് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് പാൽ ചേർക്കുന്നുണ്ട്. ആദ്യം പകുതി ചേർക്കുക. എന്നിട്ട് ഈ പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം ബാക്കി പകുതി കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. 2 അത്യാവശ്യം വലിപ്പമുള്ള പഴം എടുക്കുമ്പോഴാണ് ബാക്കി എല്ലാ ചേരുവകളും പറഞ്ഞിട്ടുള്ളത്. പിന്നെ നിങ്ങൾ എടുക്കുന്ന ഗോതമ്പ് പൊടി വെള്ളം കുടിക്കുന്നതിൻ്റെ അളവിന് വ്യത്യാസം വരും. അതിനനുസരിച്ചിട്ട് പാലിൽ ചെറിയ മാറ്റം വരും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതിലേക്ക് പാല് വേണ്ടാന്നുണ്ടെങ്കിൽ വെള്ളവും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് പാല് ചേർത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ചു വെക്കുക കേട്ടോ. ഒരു 3 മിനിറ്റോളം ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ പാലൊക്കെ ഒന്ന് വലിച്ചു കുടിക്കും. അതുപോലെ തന്നെ ഗോതമ്പ് പൊടി നമ്മൾ ചേർത്തത് നന്നായിട്ട് വേകുകയും ചെയ്യും. അപ്പോൾ ഇടയിൽ 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കുക, അടി പിടിക്കാതിരിക്കാൻ കേട്ടോ. അപ്പോൾ അതായത് ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പാലൊക്കെ വറ്റി വന്ന സമയത്ത് ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കിയിട്ടിട്ടുണ്ടായിരുന്നു. കണ്ടോ, നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഗോതമ്പ് പൊടിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയേക്കാം. നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വേണം കേട്ടോ, അടച്ചു വെക്കുമ്പോൾ ലോ ഫ്ലെയിമിലാക്കാൻ മറക്കരുത്. അപ്പോൾ ഇത് നമുക്കൊരു ചൂടാറാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ആ പാത്രത്തിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ചൂടാറൂല കേട്ടോ, പെട്ടെന്നൊന്നും നമുക്ക് ആർക്കിട്ടില്ല. അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ അതായത് ചൂടാറി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നല്ല സോഫ്റ്റും ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരല്പം നെയ്യൊന്ന് കയ്യിലാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് ബലം കൊടുത്ത് കുഴക്കേണ്ട ആവശ്യമൊന്നും വരില്ല, പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ചേർത്തോ, ഹെൽത്തി ആയിട്ടിരിക്കാൻ ഞാൻ ഗോതമ്പ് പൊടി ചേർത്തു. അപ്പോൾ നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ മൈദ ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് റവ വേണമെങ്കിൽ റവയും ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതേപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്കൊരല്പം നെയ്യ് കയ്യിലാക്കി കൊടുക്കുക. എന്നിട്ട് ഒറ്റ പ്രാവശ്യം മാത്രം കയ്യിൽ നെയ്യാക്കിയിട്ട് ഉരുട്ടിയെടുത്താൽ മതി. പിന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് പരത്താൻ വേണ്ടി മാത്രം ഒരല്പം നെയ്യ് കയ്യിലാക്കിയെന്ന് മാത്രം. ഇതേപോലെ ഒന്ന് ആക്കിയതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കുന്നത് ഈത്തപ്പഴമാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ കുരുവൊക്കെ നീക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഈ പരത്തിയെടുത്ത നേന്ത്രപ്പഴ കൂട്ടിൻ്റെ ഉള്ളിലേക്ക് ഈത്തപ്പഴം വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് ഫില്ലിങ് എന്തെങ്കിലും വെക്കണമെങ്കിൽ ഒരു ബദാമോ അല്ലെങ്കിൽ ഒരു നട്ട്സോ ഒക്കെ വേണമെങ്കിൽ ഈത്തപ്പഴത്തിൻ്റെ ഉള്ളിൽ കുരു എടുത്തതിന് പകരം
വെച്ച് കൊടുക്കാവുന്നതാണ്. ബദാമോ നട്ട്സൊക്കെ കയ്യിലുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. പിസ്ത അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. കപ്പലണ്ടി വെക്കേണ്ട, അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 ചെറിയ പീസ് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ. ഇതിലേക്ക് ഒരുപാട് ബ്രെഡ് ക്രംസിൻ്റെ ഒന്നും ആവശ്യം വരില്ല. ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന് അതിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ പുറം നല്ല ക്രിസ്പി ആയിരിക്കും. താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഈ ഒരു സ്നാക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും കൂടി പറ്റുന്ന ഒരു സ്നാക്കാണ്. ഇങ്ങനെ റെഡിയാക്കിയിട്ട് നിങ്ങൾ ബ്രെഡ് ക്രംസിലൊക്കെ മുക്കിയിട്ട് ഇത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നോമ്പൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ സ്നാക്ക് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നോമ്പിനൊക്കെ നമുക്ക് പണി ലാഭമായിരിക്കും. നമുക്ക് നമസ്കരിക്കാനും ഓതാനും ഒക്കെ ഉള്ള സമയം ഒരുപാട് കിട്ടും. ഇതുപോലെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്തു വെക്കാനും പറ്റും. ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യത്തിന് സമയം ബാക്കിയായിരിക്കും. അപ്പോൾ ഇബാദത്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും കൂടി പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണെന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക കേട്ടോ. ഏറ്റവും ലോ ഫ്ലെയിമിലേക്കും വെക്കണ്ട, ഹൈ ഫ്ലെയിമിലേക്കും വെക്കണ്ട കേട്ടോ. പിന്നെ എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ ഒന്ന് ലോയിലേക്ക് ആക്കിയിട്ട് പിന്നെ എണ്ണയുടെ ചൂടൊന്ന് ക്രമീകരിച്ച് മീഡിയത്തിലാക്കി കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിലപ്പോൾ ഒരു പ്രാവശ്യം ആദ്യം ഉണ്ടാക്കി കഴിയുമ്പോൾ എണ്ണ കുറച്ചൊക്കെ ഒന്ന് ചൂടായിരിക്കുകയാണെങ്കിൽ പിന്നെ രണ്ടാമത്തെ സ്നാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് ലോയിലാക്കുക കേട്ടോ. ഒന്ന് കുറച്ച് സമയം ലോയിലാക്കിയിട്ട് പിന്നെ ചൂടിന് അനുസരിച്ചിട്ട് ഒന്ന് മീഡിയത്തിലാക്കിയാൽ മതി. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ട് ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഇട്ട ബാച്ച് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നേന്ത്രപ്പഴമൊക്കെ വീട്ടിൽ പഴുത്ത് കറുത്ത് പോയിട്ടുണ്ടെങ്കിലും റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. വീട്ടിലുണ്ടാകുന്ന സാധാരണ ചേരുവകൾ മാത്രമാണ് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. പുറം കുറച്ച് ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നേന്ത്രപ്പഴമൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കും ഇങ്ങനെ റെഡിയാക്കി കൊടുക്കാം. കുട്ടികൾക്ക് 10 മണിക്ക് സ്നാക്കായിട്ട് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ 4 മണിക്ക് സ്കൂളിൽ വരുമ്പോഴും സ്നാക്കായിട്ട് കൊടുക്കാവുന്നതാണ്. ചൂട് ചായക്കൊപ്പൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. മുഴുവനും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഞാനിവിടെ പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടോ, നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനെ ആരെങ്കിലും റെഡിയാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തൊരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.